ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, റൈഫിൾ ക്ലബ് 2024 ഒരു രീതിയിൽ മലയാള സിനിമയ്ക്ക് ഒരു ഗംഭീര വർഷമാണെന്ന് നമ്മളൊക്കെ കണ്ടതാണ്. ഐ ഫീൽ ലൈക്ക് ഡിസംബർ ഇസ് ഗോയിങ് ടു എൻഡ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു എൻഡ് വിത്ത് എ ബാങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ റിയലി വിഷ് ഇന്നിപ്പോൾ ഇതായി, നാളെ മാർക്കോ ഉണ്ട്, എക്സ്ട്രാ ഡീസൻ്റ് ഉണ്ട്. This movie was fun, man. This movie was so damn fun. ആഷിഖ് അബു എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷം ഒരു ആഷിഖ് അബു പടം കണ്ടിട്ട് നമ്മളിങ്ങനെ പോളി എന്ന് പറയണത് എനിക്ക് മറ്റേ പുള്ളിയുടെ മായാനദിയും കോപ്പൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ഫിലിമോഗ്രഫിയിൽ സോൾട്ട് ആൻഡ് പെപ്പർ, അതേപോലെ ഒരു പരിധി വരെ മറ്റേ ഗോൾഡ് മറ്റേ ഇടുക്കി ഗോൾഡ്, പിന്നെ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2-3 പടങ്ങൾ ഇത് മാത്രമാണ്. പിന്നെ ഗാങ്സ്റ്ററിനെ പറ്റി ഞാൻ പറയണില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഹാപ്പൻ ടു ദാറ്റ്. പക്ഷേ ഈ സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൽ നീരദ് സിനിമ കാണുന്ന ഒരു ഫീലാണ് ഈ പടം കംപ്ലീറ്റ്ലി. ആ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ, ക്യാമറ ആംഗിൾസ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ, കളർ ടോൺ ആയിക്കോട്ടെ, ദ വേ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു കോസ്റ്റ്യൂം, കണ്ണാടി, സ്വാഗ്, ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഐ വാച്ച്ഡ് ആൻ അമൽ നീരദ് സിനിമ. ഒരു പക്ഷേ ബോഗെയിൻവില്ല നമ്മൾ പ്രതീക്ഷിച്ചത് ഇതായിരുന്നു. അതായത് ബോഗെയിൻവില്ല എന്ന് പറഞ്ഞ സിനിമയിൽ എങ്ങനത്തെ ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ബട്ട് വാട്ട് വി ഗോട്ട് വാസ് സംതിങ് വിച്ച് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. എനിക്ക് പേഴ്സണലി പടം അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കാത്തൊരു സിനിമയാണ്. ബട്ട് ദിസ് മൂവി, മൈ ഗോഡ്, അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറഞ്ഞ ഓനെ കിട്ടില്ല പടം. എനിക്ക് എന്തൊരു സിനിമയുടെ, എന്തൊരു കാസ്റ്റിംഗ്, എന്തൊരു ആർട്ട് ഡയറക്ഷൻ. എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഹാവ് ഡൺ എ ഫാൻറ്റാസ്റ്റിക് ജോബ്. അതായത് ആർട്ടായിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റെക്സ് വിജയനാണ് കേട്ടോ. BGM കിടു. അതേപോലെ മേക്കപ്പ് എനിക്ക് തോന്നുന്നു റോണക്സ് ആണ്. മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ്, എസ്പെഷ്യലി ഞാൻ ആർട്ടിനെ എടുത്ത് പറയണം. ബിക്കോസ് 1991 എന്നുള്ള കാലഘട്ടത്തിൽ നടക്കുന്നതായിട്ടാണ് സിനിമയെ കാണിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് എടുത്ത് വെച്ചേക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഗംഭീരം. ദ ഹോൾ ടെക്നിക്കൽ ക്രൂ, മാൻ, ഹാറ്റ്സ് ഓഫ്, കിടിലം. ഇങ്ങനെ പടോടാ. അതായത് ഫസ്റ്റ് ഹാഫ് വേറെ ലെവലാണ്. ആ മറ്റേ ഇൻ്റർവെല്ലൊരു സാധനം കൊണ്ട് അതൊന്നും ഞാൻ പറയണില്ല, ഞാൻ ഒന്നും സ്പോയിൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് എ വെരി ഫൺ പടം. പ്ലീസ് ഡോണ്ട് എക്സ്പെക്റ്റ് വേറെ ലെവൽ പരിപാടി. ഒരു അമൽ നീരദിൻ്റെ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ കിട്ടുന്ന കുറച്ച് സാധനങ്ങളില്ലേ, അത് തന്നെയാണ് ഈ പടം. അത് സിനിമാറ്റോഗ്രഫി ആഷിഖ് അബു ആണ്. സോ ക്യാമറ വർക്കും പുള്ളി ഞാൻ തന്നെ എടുത്താളാം എന്ന് പറഞ്ഞിട്ട് ചെയ്തായിരിക്കും. ഒരു രക്ഷയില്ല. എഡിറ്റിങ് ആരുടെ. അതേപോലെ അനുരാഗ് കശ്യപ് ഈ സിനിമയിലുണ്ട്. പുള്ളിയും കിടില്ല. അതായത് പുള്ളിയുടെ അവസാനത്തെ ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി മെക്സിക്കൻ ഈ വില്ലന്മാരൊക്കെ ഇല്ല, ഒരു കണ്ണാടിയും ഒരു സ്റ്റൈലുണ്ട് പുള്ളിയുടെ. അതൊക്കെ വേറെ ലെവൽ പടം ഇവിടെ. കിടിലം പടം, കിടിലം എന്നൊക്കെ പറഞ്ഞാൽ എടുത്തെടുത്തു. അനുരാഗ് കശ്യപ്, ദിലീഷ് പോത്തൻ, സുരഭി ലക്ഷ്മി, സുരേഷ് കൃഷ്ണ, ദർശന, വിജയരാഘവൻ, വിനീത് കുമാർ, പിന്നെ റംസാൻ, നമ്മുടെ പഴയ വാണി വിശ്വനാഥ്, ഹനുമാൻ കൈൻഡ്, എന്ന് പറയേണ്ട അഭിനയിച്ചിരിക്കുന്ന ഈച്ച് ആൻഡ് എവ്രി വൺ പൊളി. ഉണ്ണി മായ പ്രസാദ്, ഒരുപാട് പേരുണ്ട്. സുപ്രീം സുന്ദറാണ് ആക്ഷൻ. സുപ്രീം ആണ് പൊളിച്ചേട്ടാണ്. കിടില ആക്ഷനായിരുന്നു. ആക്ഷനാണെങ്കിലും പിന്നെ വി സാജനാണ് എഡിറ്റഡ്. കിടിലം, ഗംഭീരമായിട്ടത് എടുത്തു വെച്ചിട്ടുണ്ട് പടത്തിൽ. ഫൺ വൈബ് സാധനം, ഒന്നും പറയാനില്ല. ആ ടൈപ്പ് സാധനം ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കാണാം. അല്ലാതെ ഞാൻ പറയില്ല, ഒരു ഫാമിലി പരിപാടിയൊന്നും അല്ല. പക്ഷേ ഞാൻ പറയില്ല, ഇങ്ങനത്തെ ഹൈ വെടി അത് തന്നെയാണ്. വെടി റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമയിൽ പിന്നെ പൂ വെച്ചിട്ടുള്ള പരിപാടിയൊന്നും പറ്റില്ല. അതുകൊണ്ട് ആ പേരിന് ആപ്റ്റായിട്ടുള്ളൊരു പടവും. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ക്ലൈമാക്സ് തന്നെയാണ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് അതിലില്ല, ആ ഒരു രസമാണ് സംഭവമായിട്ടാണ്. കുറേ കിണ്ണകാച്ച് ഡയലോഗൊക്കെ ഉണ്ട്. ചില സാധനങ്ങളൊക്കെ ഉണ്ട്. തോക്കിൻ്റെ വില ചോദിക്കുന്നൊരു സാധനമുണ്ട്. അത് കുറേ സാധനങ്ങളുണ്ടേ, അത് കിടിലായിട്ടാണ്. നമുക്ക് സ്പോയിൽ വേണമെങ്കിൽ ഒരു ഫൺ ടോക്കായിട്ട് നോക്കാം. അല്ലാതെ ഐ ലവ് ദിസ് മൂവി. കിടിലം പടം. കിടിലോ എന്നൊക്കെ പറഞ്ഞാൽ ഒമ്മാരി അഡ്രിനൽ റഷ് കാരണം
കിണ്ണാൻ കാച്ചി പടവും കിണ്ണാൻ കാച്ചി മേക്കിങ്. കഥയായിട്ടൊന്നും ഒന്നും കഥേരെ അല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് സീൻസ് ആൻഡ് ഹൗ ദാറ്റ് സീൻ ഇസ് ബീൻ ടേക്കൺ. നമ്മൾ ഒരു പോയിന്റിൽ പോലും നമുക്കൊരു ബോറടിയോ ഒന്നുമില്ലാതെ നല്ല കിടിലം പടം. അശി കപൂർ എന്നാ പൊളിച്ച്. ഐ റിയലി വാസ് നോട്ട് എക്സ്പെക്ടിങ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയി കണ്ട പടമാണ്. ഒരു പക്ഷേ അതും കൊണ്ടൊക്കെ ആവാം. സൂപ്പർ പടം, സൂപ്പർ. അപ്പോൾ ബൈ ദ വേ നിങ്ങൾ കണ്ടവരാണെങ്കിൽ പ്ലീസ് നിങ്ങളുടെ കമൻറ്റ് താഴെ വന്ന് പറയുക, സോ ദാറ്റ് പീപ്പിൾ ഓൾസോ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ദിസ് ഇസ് സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ. സോ യാ, ബൈ.